ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കിയാലോ. വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നൂഡിൽസ്. വെജിറ്റബിൾസും എഗ്ഗും ഒന്നും കഴിയാത്ത എൻ്റെ മക്കളെ ഇത് കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കും കൂടിയാണ് ഇത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മക്കൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കും ഒരു വെറൈറ്റി ഒക്കെ പിടിച്ചു നോക്കാം. എന്നാ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ നൂഡിൽസ് ചേർക്കാം. ഞാനിവിടെ ഇൻഡോമിയുടെ നൂഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ മാഗി, അതേപോലെ തന്നെ ഹിപ്പി നൂഡിൽസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൽ ഒരു മസാലയും അതേപോലെ തന്നെ ഒരു ഓയിലുമാണുള്ളത്. ഈ മസാലയുടെ കൂടെ ഈ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഞാനിപ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പാക്കറ്റ് നൂഡിൽസ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പാക്കറ്റ് മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കുഴികൾ ഉണ്ടാക്കി മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മുട്ടയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. എഗ്ഗ് എല്ലാം കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എഗ്ഗൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലെല്ലാം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെക്കാം. ഈ ഓയിലിൻ്റെ ഫ്ലേവറൊക്കെ ഇതിന്മേൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല സൂപ്പറായിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.